അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിന്റെ പ്രാരംഭഘട്ടത്തിൽ പറയുന്നു വഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമാ ഫകസൗനൽ ഇളാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു ബീജത്തുള്ളിയെ രക്തക്കട്ടയാക്കി രക്തക്കട്ടയെ മാംസപിണ്ഡമാക്കി എന്നിട്ട് എല്ലായിട്ട് രൂപാന്തരപ്പെടുത്തി എന്നിട്ട് ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നിട്ട് മനോഹരമായൊരു മനുഷ്യക്കോലത്തെ അല്ലാഹു തആല പ്രാപ്യമാക്കി. എന്നിട്ട് അല്ലാഹു ഒരു വർത്തമാനം പറയുന്നുണ്ട്, എന്റെ പരിസരത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാപ്പങ്ങളെ, കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒരുങ്ങിയിട്ടും തീരുന്നില്ല. മനോഹരമായ നിന്റെ കവിൾത്തടം കാണുമ്പോൾ, നിന്റെ മനോഹരമായ മെഴുകുപോലെയുള്ള മൂക്ക് കാണുമ്പോൾ, നിന്റെ വിശാലമായ നെറ്റിത്തടം കാണുമ്പോൾ, നീ ഇങ്ങനെ കണ്ണെഴുതിയിട്ട് മിഴികൾ ഇങ്ങനെ അടച്ചും തുറന്നുമൊക്കെ സൗന്ദര്യം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, പൊന്നുമോളെ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, നിനക്ക് ഈ സൗന്ദര്യവും മനോഹരമായ രൂപവും അല്ലാഹു തആലയാണ് തന്നിട്ടുള്ളത്. പടച്ചവനേക്കാൾ മനോഹരമായി സൃഷ്ടിച്ചു സംവിധാനിക്കുന്ന വേറെ ഒരാളില്ല. അവന്റെ സംവിധാനം എത്ര പരിശുദ്ധമാണെന്ന് പടച്ചവൻ പറഞ്ഞത് വെറുതെയല്ല. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന്റെ രൂപത്തെക്കുറിച്ച്, അവന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച്, അവന്റെ അവയവങ്ങളെ കുറിച്ച്, അവന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് ഇന്നുവരെ ഏതെങ്കിലും ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ കണ്ണിവിടെ അല്ലായിരുന്നു വേണ്ടതെന്ന്, മൂക്കിന്റെ രൂപം ഇങ്ങനെയല്ലായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെവി ഇങ്ങനെയല്ലായിരുന്നു നല്ലതെന്ന് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? 5 വിരലിന് പകരം 6ാമതൊരു വിരലുണ്ടായിരുന്നെങ്കിലും നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു വിരൽ പുച്ഛത്തിന്റെ നീളത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഒരു മുടിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് കുറച്ച് മുടിയും കൂടി അധികം ഉണ്ടായിരുന്നെങ്കിലും നന്നായിരുന്നു, ഒരു നഖത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? റബ്ബിന്റെ ഖുർആൻ പറയുന്നു, പടച്ചവൻ പറയുന്നു, അധികാരമുള്ളവൻ പറയുന്നു, നമ്മളെ സൃഷ്ടിച്ചവൻ പറയുന്നു, ഇത്രയും മനോഹരമാക്കി തന്നവൻ പറയുന്നു, അല്ലാഹു എത്ര പരിശുദ്ധനാണ്.